ചാലക്കുടി എന്ന പേര് കേൾക്കുമ്പോൾ ഏതൊരു മലയാളിയുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ആ കിലുക്കാമ്പെട്ടി ചിരിയും തനത് നാടൻ പാട്ടുകളുടെ താളവുമാണ്. അത് നമ്മുടെ സ്വന്തം കലാഭവൻ മണിയുടേതാണ്. സിനിമയുടെ ഗ്ലാമർ ലോകത്ത് ദക്ഷിണേന്ത്യയിലെ തിളക്കമുള്ള താരമായി തിളങ്ങി നിൽക്കുമ്പോഴും തന്റെ വേരുകൾ ചാലക്കുടിയുടെ മണ്ണിലാണെന്ന് ഉറച്ചു വിശ്വസിച്ച കലാകാരനായിരുന്നു അദ്ദേഹം. 2016 മാർച്ച് 6 ആ ജൈത്രയാത്ര അവസാനിച്ചെങ്കിലും 10 വർഷത്തിനിപ്പുറവും മണിച്ചേട്ടൻ എന്ന വികാരം ചാലക്കുടിക്കാർക്കും മലയാളികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. ദാരിദ്ര്യത്തോടും പ്രാരാബ്ദങ്ങളോടും പടവെട്ടി ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്ന് വെള്ളിത്തിരയിലെ വിസ്മയമായി മാറിയ മണിച്ചേട്ടന്റെ ജീവിതം ഏതൊരു സിനിമാ കഥയെക്കാളും വലിയ പോരാട്ടമായിരുന്നു. സല്ലാപം എന്ന ചിത്രത്തിലൂടെ മലയാളി നെഞ്ചിലേറ്റിയ ആ നടൻ പിന്നീട് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലൂടെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. അഭിനയത്തിനുമപ്പുറം മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ താളമായിരുന്നു അദ്ദേഹത്തിന്റെ നാടൻ പാട്ടുകൾ. സിനിമയിലെ തിരക്കുകൾക്കിടയിലും വൈകുന്നേരങ്ങളിൽ ചാലക്കുടി പുഴയുടെ തീരത്ത് സുഹൃത്തുക്കൾക്കൊപ്പം പാട്ടുപാടിയും തമാശ പറഞ്ഞും ഇരിക്കാനായിരുന്നു മണിച്ചേട്ടന് ഏറെ ഇഷ്ടം. മണിക്കൂടാരം എന്ന അദ്ദേഹത്തിന്റെ വീട് ഇന്നും ആ ഓർമ്മകളുടെ വലിയൊരു സ്മാരകമായി നിലകൊള്ളുന്നു. താൻ നടന്നു വന്ന കനൽ വഴികളെ തള്ളിപ്പറയാതെ 6 അടി മണ്ണിൽ അലിഞ്ഞു ചേരുന്നതുവരെ സാധാരണക്കാരന്റെ ശബ്ദമായി മാറാൻ മണിച്ചേട്ടന് സാധിച്ചിരുന്നു. സിനിമയിലെ തിരക്കുകൾക്കിടയിലും തൻ്റെ ചുറ്റുമുള്ളവരുടെ വിശപ്പും വേദനയും തിരിച്ചറിഞ്ഞ ആ വലിയ മനസ്സ് ജാതിമത ഭേദമന്യേ ഏവർക്കും തണലായിരുന്നു. ആർക്കും കൈയയച്ച് സഹായം നൽകിയിരുന്ന ആ വലിയ മനസ്സ് ഇന്നും ചാലക്കുടിയുടെ ഓരോ കോണിലും സ്മരിക്കപ്പെടുന്നു. സിനിമയിലെ നായകനായും വില്ലനായും ഹാസ്യ നടനായും അദ്ദേഹം വിസ്മയിപ്പിച്ചപ്പോഴും നാട്ടുകാർക്ക് അദ്ദേഹം എന്നും തങ്ങളുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടനായിരുന്നു. അദ്ദേഹം കൊളുത്തിവെച്ച നന്മയുടെ കതിരുകൾ ഇന്നും ചാലക്കുടിയുടെ മണ്ണിൽ അണയാതെ നിലനിൽക്കുന്നു. മലയാളിയുടെ നാവിൻ തുമ്പിലെ ഈണമായും നെഞ്ചിലെ വിങ്ങലായും ആ കലാകാരൻ ഇന്നും മരിക്കാതെ ഓർമ്മയായി തുടരുന്നു. കലാഭവൻ മണി വിടവാങ്ങിയിട്ട് 10 ആണ്ട് പിന്നിടുമ്പോഴും ചാലക്കുടി പുഴയുടെ ഓളങ്ങളിലും നാടൻ പാട്ടുകളുടെ താളത്തിലും ആ ചിരിയുടെ ശബ്ദം ഇന്നും മായാതെ നിലനിൽക്കുന്നു. മലയാളിയുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും ഇറങ്ങിപ്പോകാത്ത ആ കറുത്ത മുത്തിന് കാലം നൽകുന്ന ഏറ്റവും വലിയ ആദരവും ഈ അനശ്വരത തന്നെയാണ്. മണ്ണിലേക്ക് മടങ്ങിയെങ്കിലും ആ ചാലക്കുടിക്കാരൻ ഇന്നും നമ്മളിലൂടെ ജീവിക്കുന്നുണ്ട്.